കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹരിപ്രിയ എനിക്ക് ആരുമല്ല. പക്ഷേ സുപ്രിയ ഈ വീടിന്റെ മരുമകളായിരുന്നു. അവളുടെ അനിയത്തിയല്ലേ ഹരിപ്രിയ. അവൾക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നാ സുപ്രിയയ്ക്കത് സഹിക്കില്ല. കാരണം DKയുടെ സുരക്ഷിതത്വത്തിന്റെ ഉറപ്പിലാ ഹരിപ്രിയ ഇവിടെ വന്നത്. അതിനൊരു കുറവും വരാൻ പാടില്ല. വിഘ്നേഷ് ഹരിപ്രിയയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചത് മറക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടിയാ അവളത് ഏറ്റുവാങ്ങിയത്. തിരിച്ചു പോകുന്നത് വരെ ഹരിപ്രിയ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. അതുമാത്രമാണോ കാരണം? അതെ, അതിനപ്പുറം ഒന്നുമില്ല. നീ എത്ര വലുതായിട്ടാ ഓരോന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. ഓരോരുത്തരെയും ഇങ്ങനെ തിരിച്ചറിയാനും സ്നേഹിക്കാനും ഒക്കെ നിനക്ക് എങ്ങനെ കഴിയുന്നു? എനിക്കറിയില്ല ഹിറ്റ്ലറെ, പക്ഷെ ഒന്നറിയാം, നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെല്ലാം ഇപ്പൊ എനിക്കും വളരെ പ്രിയപ്പെട്ടതാ. അതുകൊണ്ട് ഹരിപ്രിയം എനിക്ക് വളരെ പ്രിയപ്പെട്ടത് തന്നെയാ. കണ്ണ, എന്റെ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളത് നിന്നോട് മാത്രം. പക്ഷെ ആഗ്രഹിച്ചതൊന്നും ജീവിതത്തിൽ സാധിക്കാൻ പറ്റാതെ, സ്വന്തം വ്യക്തിത്വം പോലും പുറത്താരോടും പറയാനാകാതെ ഒളിച്ച് ജീവിക്കായിരുന്നു ഞാൻ. ഞാൻ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാലോ. ആരുടെയും ഒന്നും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. DK സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി. DKയും ജ്യോതിയും നല്ല സന്തോഷത്തിൽ തന്നെയാ ജീവിക്കുന്നത്. അതൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ, അവരുടെ സ്നേഹം കണ്ടപ്പോ, കുറച്ച് ദിവസങ്ങൾ കൂടി ഇവിടെ ജീവിക്കാൻ ഒരു മോഹം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ദിവസങ്ങൾ കൂടി എനിക്ക് നീട്ടിത്തരണേ കണ്ണ. അത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഒരു കുഞ്ഞ് വേണോന്നുള്ളത് DKയുടെ വലിയ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇനി ഒരിക്കലും പറ്റില്ല. പക്ഷെ ജ്യോതിയുടെയും DKയുടെയും ഒരു കുഞ്ഞിനെ കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്ന എന്റെ ആഗ്രഹം. അതുവരെ ഇവിടെ വന്ന് നിൽക്കാൻ നിന്റെ കനിവ് എനിക്ക് വേണം. ഞാൻ കാരണം ഒരു കുഴപ്പം ഉണ്ടാവരുത്. സുപ്രിയ, നീ എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നേ? എന്റെ ദൈവമേ, ആരെങ്കിലും കണ്ടുവന്ന എന്തായിരിക്കും? ഇത്രയ്ക്ക് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. കണ്ണന് നിന്റെ വിഷമങ്ങളൊക്കെ അറിയാലോ. അതൊക്കെ കണ്ണൻ പരിഹരിച്ചോളും. ഇവളെന്തിനാ ഹരിപ്രിയ സുപ്രിയ എന്ന് വിളിച്ചത്? അതോ ഹരിപ്രിയ എന്ന് തന്നെയാണോ വിളിച്ചത്? ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണോ? അല്ല, സുപ്രിയ എന്നല്ലേ വിളിച്ചത്. ഹരിപ്രിയേ, ഞാൻ പറഞ്ഞത് വല്ല മനസ്സിലായോ നിനക്ക്? നിനക്ക് തിരിച്ചു പോവാനേ ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. അതിന്റെ സങ്കടമൊന്നും ഇവിടെ പറയാൻ നിൽക്കണ്ട. അതൊക്കെ ശരിയാവും. ഇപ്പൊ ഹരിപ്രിയ എന്ന് വിളിച്ചു. ഇവളിത് എന്തൊക്കെയാ വിളിക്കുന്നത്? ഇതൊക്കെ വട്ടാണെന്നാ തോന്നുന്നത്. അതെ, നീ ഒരു കാര്യം ഓർക്കണം. ഈ വീട്ടിലെ ചുവരുകൾക്ക് പോലും കാതാ. അറിയാതെ പോലും നിന്റെ കൺട്രോള് തെറ്റി ഒരു വാക്ക് വീണുപോയാലുണ്ടല്ലോ, അത് പിടിച്ചെടുക്കാൻ ഇവിടെ ആളുകളുണ്ട്. ഒടുവിൽ അതൊക്കെ ഒരു ആറ്റം ബോംബായിട്ട് വന്ന് വീഴുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോ സൂക്ഷിക്കണം. മതി നീ പ്രാർത്ഥിച്ചത്. അളി, എന്തിനാ ഇപ്പൊ ഇത്ര സങ്കടം നിനക്ക്? ഇന്നലെ മൂക്കിന്ന് ഇത്തിരി ബ്ലഡ് വന്നതിനോ? ജ്യോതി, മരിക്കാൻ എനിക്കൊരു പേടിയില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് അടുത്ത് നിൽക്കുമ്പോ ജീവിതത്തോടിപ്പോ ഒരു കൊതി തോന്നുക. നിനക്കും DKയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നത് കണ്ടിട്ട് മരിക്കണമെന്ന് ഇപ്പൊ എന്റെ ആഗ്രഹം.
നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ച ഭഗവാൻ അത് നടത്തിത്തരും. ഈ പ്രപഞ്ചം മുഴുവനും അതിനു വേണ്ടി കൂടെ നിൽക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അതൊക്കെ നടക്കും. എനിക്കറിയാം, അടുത്തു നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് എന്നും ആഗ്രഹിച്ചതെല്ലാം നൽകിയിട്ടുള്ള ആളല്ലേ ഈ കണ്ണൻ. ദ്രൗപദിയുടെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം നൽകിക്കൊടുത്ത ആൾ. കുരുക്ഷേത്ര യുദ്ധം മുഴുവൻ തന്റെ ചിന്ത കൊണ്ടും വിരൽത്തുമ്പ് കൊണ്ടും നയിച്ച ആളല്ലേ. എന്റെ ഈ ജീവിത ദുഃഖം ഭഗവാന് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂ? നീ പറഞ്ഞത് ശരിയാ. ഭഗവാൻ അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും നടക്കുന്നില്ല. ജനനവും മരണവും രോഗവും ദുരിതവും ഒന്നും. നിന്റെ ദുഃഖം ഭഗവാൻ മാറ്റിത്തരും, എനിക്കത് ഉറപ്പാ. വാ, ഇനി ഇവിടെ നിന്ന് കൂടുതൽ കരഞ്ഞാലേ അത് കുഴപ്പവും. വാ വാന്നേ. ഇത്രയും നേരമായിട്ട് താര ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അവൾ എവിടെ പോയി കിടക്കുവാ? എവിടെയെങ്കിലും ഒളിച്ചും പതുങ്ങി നടപ്പുണ്ടാവും. മായച്ചി, എന്താടി, എന്തു പറ്റി? ഹരിപ്രിയ സുപ്രിയ ഒന്ന് രണ്ടാണോ അതോ രണ്ടും ഒന്നാണോ? അല്ല അല്ല, എന്തോന്നാ ഇത്? അയ്യേ, താരച്ചിക്ക് മട്ട് പിടിച്ചല്ലേ. ഇങ്ങനെ പോയാ ഈ വീട് മണിച്ചിത്ര താഴിലെ മാടമ്പള്ളി തറവാടാവും. അങ്ങനെ വന്നാ അവിടെ ഒരു നാഗവല്ലിയും കാണും, രാമനാഥനും കാണും. നീ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാ തറയി പറയുന്നേ? മായച്ചി, ഈ ഹരിപ്രിയ ആരാ? സുപ്രിയ ആന്റിയുടെ അനിയത്തി. അപ്പൊ സുപ്രിയ ആന്റിയോ? സുപ്രിയ ആന്റി നമ്മുടെ അമ്മായിയമ്മ, ഹരിപ്രിയയുടെ ചേച്ചി ആണേ. ആ അല്ല, താരച്ചിക്ക് ഇത് എന്തു പറ്റി? ശരിക്കും കിളിപോയ ലക്ഷണം ഉണ്ടല്ലോ. ഇങ്ങനൊക്കെ സംഭവിച്ചാ ഒരു കിളിയല്ല ഒരുപാട് കിളികൾ പറന്നുപോകും. നീ ചുമ്മാ നിന്ന് കിണുങ്ങാതെ കാര്യം പറതാരെ. ഹരിപ്രിയയെ ജ്യോതി സുപ്രിയ എന്ന് വിളിക്കുന്നതിൽ എന്താ കാര്യം? ഓ ദേ, പിച്ചും പെയും പറയല്ലേ താരച്ചി. ഹരിപ്രിയ എന്തിനാ സുപ്രിയ എന്ന് വിളിക്കുന്നത്? അത് ചിലപ്പോ പേര് വിളിച്ചപ്പോ തെറ്റിപ്പോയതായിരിക്കും. പിന്നെ ഹരിപ്രിയെ കയറി അവള് സുപ്രിയ എന്ന് എന്തിനാ വിളിക്കുന്നേ? നീ കേട്ടതിന്റെ തെറ്റായിരിക്കും. ആണോ? ഞാൻ കേട്ടതിന്റെ തെറ്റാണോ? ഹരിപ്രിയ എന്നാണോ? അങ്ങനെയാണോ വിളിച്ചത്? സുപ്രിയ എന്നാണോ വിളിച്ചത്? അതോ ജ്യോതി എന്നാണോ വിളിച്ചത്? ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ. അപ്പൊ മാടമ്പള്ളിയിലെ മനോരോഗിയായ പ്രേതം ശരിക്കും ആരാ? ഓ, നാഗവല്ലിയാണോ അതോ ഉണ്ണിമായാണോ? ഉണ്ണിമായോ? എന്റെ പൂഞ്ചതാരേച്ചി, ഇത് എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ നീയാ ശരിക്കും മനോരോഗി. നിന്നെയാ ഭ്രാന്താശുപത്രി കൊണ്ടുപോകേണ്ടത്. നീ മിണ്ടാതെ നിന്ന് ജോലി ചെയ്താരെ. എന്നാലും എന്തിനായിരിക്കും ഹരിപ്രിയ ജ്യോതി സുപ്രിയ എന്ന് വിളിച്ചത്? സുപ്രിയ മരിച്ചിട്ട് എത്ര കാലമായി? പിന്നെന്തിനാ ഇപ്പൊ ഹരിപ്രിയ അങ്ങനെ വിളിച്ചത്? എന്തോന്നാ മൈച്ചി? ഇതിൽ എന്തോ ഒരു ഉടായ്പ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഡ്രസ്സാണോ ഇടുന്നേ? ഇതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, എന്തോ എനിക്കിഷ്ടായിട്ടില്ല. ആണോ? ഉം. എങ്കിൽ പിന്നെ ബേക്കറിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എടുത്തതാ, ഞാൻ ഇട്ടോളാം. അയ്യോ വേണ്ട വേണ്ട, ഇത് തന്നെ ഇട്ടാ മതി. ഇതിനി ഇടുന്ന പ്രശ്നമേ ഇല്ല. സ്വന്തം ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സേ ഭർത്താക്കന്മാർ ഇടാൻ പാടില്ലെന്ന പ്രമാണം. ഇത് എവിടെ പറഞ്ഞു? ഓ, TV ന്യൂസിലെ വാർത്തയായിരുന്നോ? നോനോ, ഇത് മിസ്സിസ് ഹിറ്റ്ലറിന്റെ കൽപ്പന.
ആ ഇനി ബേക്കറിക്കാർക്ക് ഇഷ്ടമുള്ളൊന്ന് എടുക്ക്. എന്റെ പൊന്നു കുശിനിക്കാരെ എന്നെ ഇങ്ങനെ കളിയാക്കല്ലേ. ആ, കളിയാക്കിയതല്ല ബേക്കറിക്കാരി. ഇനി ബേക്കറിക്കാരി തമ്പുരാട്ടിയുടെ കൽപ്പന പോലെയേ അടിയൻ വസ്ത്രം ധരിക്കൂ. എന്റെ പൊന്നു ഹിറ്റ്ലറെ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ചെല്ല് ചെല്ല്, അതൊന്നും പോയി എടുത്തിട്ട് വാ, ചെല്ല്. ഷോ ഈ ഷർട്ട് ഹിറ്റ്ലറിന് നന്നായിട്ട് ചേരും. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇത് കൊള്ളാം. താൻ കൊള്ളാവടോ. ഭാര്യമാരായാൽ ദാ ഇങ്ങനെ വേണം. അപ്പോ വർത്താനം പറഞ്ഞ് സുഖിപ്പിക്കാനൊക്കെ അറിയാല്ലേ? സ്നേഹം അടച്ചു വെക്കാനുള്ളതല്ലെന്നല്ലേ താൻ പറയുന്നത്? എന്റെ സ്നേഹത്തിന്റെ കണ്ടെയ്നർ ഞാൻ ഇനി തുറക്കാൻ പോവാം. ദേ, ഇനി എന്റെ സ്നേഹക്കുറവിനെ കുറിച്ച് പരാതി പറയാൻ തന്നെ ഞാൻ അനുവദിക്കില്ല. ഇത് സ്നേഹത്തിന്റെ കണ്ടെയ്നർ ആണോ അതോ ഹിറ്റ്ലറിന്റെ വാക്കാണോ? വാക്കാണ്, ഒരിക്കലും മാറാത്ത വാക്ക്. എന്റെ ഹിറ്റ്ലറെ, ഭർത്താവിന്റെ സ്നേഹേ ഒരു മില്ലിമീറ്റർ കുറഞ്ഞ പോലും ഏത് ഭാര്യയ്ക്കും മനസ്സിലാവും. അതെന്താടോ ആ മാജിക്? അതോ, ഭർത്താക്കന്മാരുടെ സ്നേഹം അളക്കുന്ന മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നതേ ഭാര്യമാരുടെ ഹൃദയത്തിന്റെ നിലവറയില. അതിലൊരു ചെറിയ പോറലേറ്റാ പോലും ഭാര്യമാരത് തിരിച്ചറിയും. അതുകൊണ്ടാ ഭർത്താക്കന്മാരുടെ ഊടായ്പകളെല്ലാം ഭാര്യമാര് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്ന. മനസ്സിലായോ? ഓവ്. അപ്പോ എന്റെ സ്നേഹം കുറഞ്ഞ തനിക്കത് അളക്കാൻ പറ്റും അല്ലേ? പറ്റും ഹിറ്റ്ലറെ, എനിക്കത് നിസ്സാരായിട്ട് പറ്റും. കാരണം ഹിറ്റ്ലറിൽ നിന്ന് വേറിട്ട് ഈ ബേക്കറിക്കാരിക്ക് മറ്റൊരു ജീവിതമില്ല. ഇനി എത്ര ജന്മെടുത്താലും ഈ കാൽക്കൽ തന്നെയായിരിക്കും എന്റെ ജീവനും ജീവിതവും. ഹലോ, അതെ. ഇല്ല, ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, വന്നോളൂ. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് മീറ്റ് ചെയ്യാം എന്റെ ഓഫീസിൽ. ഓക്കെ. അതെ, ഞാൻ ഇറങ്ങാം. ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്. വരട്ടെ. അതെ, എന്തേ? അല്ല, ഹരിപ്രിയും ഞാനും കൂടി അർജുനും കൂട്ടി ഒന്ന് പുറത്തു പോകുന്നുണ്ട്. പുറത്തെന്ന് വെച്ചാ? ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിട്ടാ. ശരി. ആ ബേട്ടി, യു ഗോ ഔട്ട്സൈഡ്. പുറത്തേക്ക് പോവാണോന്ന്? അതെ അമ്മേ, പുറത്തു പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. അമ്മേ, എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അത് പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് പറയാം. ശ്രീയേട്ടാ, ഇനി നിന്നാ സമയം വൈകും, നമുക്ക് പോവാം. പോട്ടെ അമ്മേ. പോട്ടെ. അവരെവിടെ പോയതാ അമ്മേ? ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അവരെവിടെയെങ്കിലും പോട്ടെ, ഇനി നമുക്കെന്താ? ആ, പോയിക്കോട്ടെ. പക്ഷെ നമ്മളോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അപ്പോ നിങ്ങളോട് അവരെവിടെ പോകുന്നു പറഞ്ഞില്ലേ? ഇല്ല.
അപ്പൊ അവര് അമ്മയോടും പറഞ്ഞില്ലേ? അതെങ്ങനെ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവരങ്ങ് പോയില്ലേ? എന്നാലും ഇത്ര ധൃതി പിടിച്ച് അവരെങ്ങോട്ട് പോയതായിരിക്കും? നിങ്ങളോട് പോലും പറയാതെ അവര് തനിച്ചെങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അതെന്തിനായിരിക്കും താരെ? ആ എനിക്കെങ്ങനെ അറിയാനാ? അപ്പൊ സ്വന്തം കാര്യത്തിന് അവർക്കാരുടെയും സഹായം വേണ്ട. ഇപ്പൊ മനസ്സിലായോ? ആ ആ. എന്താ ചിത്ര അമ്മ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം? എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെയാ വലുതെന്നാ അമ്മ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, സ്വന്തം കാര്യം തന്നെയല്ലേ എല്ലാവർക്കും വലുത്. അല്ല എന്നാലും എന്തിനായിരിക്കും അവര് പുറത്തു പോയത്? താരേച്ചി, എന്താ ഇനി മായേച്ചി ഗർഭിണിയോ മറ്റോ ആണോ? ആണോ? എന്നിട്ട് നമ്മളോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ അവര് ഡോക്ടറെ കാണാൻ പോയതാണോ? എന്തൊരു കള്ളിയായി മായേച്ചി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാദ്യം നമ്മളോട് പറയണ്ടേ. നമ്മളല്ലേ വാല കടിച്ചപ്പോഴും പിന്നാലെ നടക്കുന്നത്. അത് ഉറപ്പിക്കാനായിരിക്കും ചിലപ്പോ പോയത്. അത് കഴിഞ്ഞ് നമ്മളോട് പറയുമായിരിക്കും. ഈശ്വര, അപ്പൊ ബമ്പർ മായേച്ചി അടിച്ചെടുത്തോ? ദേ ചിത്രേ, അങ്ങനെ എങ്ങനെ സംഭവിച്ച അന്ന് കള്ളഗർഭം കെട്ടിയപ്പോ അമ്മ ജ്യോതിക്ക് കൊടുത്ത സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരിച്ചെടുത്ത് മായേച്ചിക്ക് കൊടുക്കണം. അത് നമ്മൾ എടുക്കണ്ട, അമ്മ തന്നെ എടുത്ത് മായേച്ചിക്ക് കൊടുത്തോളൂ. ഈ വീട്ടിൽ ആദ്യം ആർക്ക് കുഞ്ഞു ജനിക്കുന്നു അവർക്കുള്ളതാണ് സ്വർണ്ണാഭരണങ്ങളും ഈ വീടുമെന്ന് അമ്മ നേരത്തെ പറഞ്ഞല്ലേ. അപ്പൊ ഈ വീട് മായേച്ചിക്ക് കൊടുക്കോ? ഷോ, എന്തൊരു ഭാഗ്യം മായേച്ചിക്കല്ലേ. അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളും ഈ വീടും അധികാരവും എല്ലാം കിട്ടും. എന്റെ ഉണ്ണിക്കണ്ണ, ആദ്യം എനിക്ക് പ്രഗ്നന്റ് ആവണമെന്ന് എത്ര തവണ നിന്നോട് പ്രാർത്ഥിച്ചതാ. എന്നിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ആഴ്ചക്ക് നീ എല്ലാം കൊടുത്തു. എന്നോട് ഞാൻ മിണ്ടില്ല. ശരിക്കും മായേച്ചി ഗർഭിണിയായിരിക്കും. ആണെങ്കിൽ നമ്മളോട് പറയാതിരിക്കൂ? ഏയ്, ഒരിക്കലും ഇല്ല. ഇനി അത് കൺഫേം ചെയ്യാൻ വേണ്ടി പോയതായിരിക്കൂ? ഇതിപ്പോ പ്രത്യേകിച്ചൊരു കുഴപ്പവും പറയാനില്ല. പ്രശ്നമായിട്ട് വേറൊന്നും കാണാനുമില്ല. അല്ല ഡോക്ടറെ, പെട്ടെന്ന് ബ്ലഡ് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാനാകെ പേടിച്ചു പോയതാ. അത് വേറൊന്നുമല്ല, മൂക്കിനുള്ളിൽ വന്ന ചെറിയൊരു തടുപ്പ്, അത് ചൊറിഞ്ഞു പൊട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഓ ശരി. അതിനെക്കുറിച്ച് പേടിക്കാനൊന്നുമില്ല. പക്ഷേ നമുക്കറിയേണ്ടത് മറ്റു ചില കാര്യങ്ങളാ. ഇപ്പോ ശ്വാസമുട്ടലുണ്ടോ? ഇല്ല ഡോക്ടർ. അതുപോലെ തന്നെ മുൻപായിരുന്നെങ്കിൽ രാത്രി ഉറക്കം തീരെ കുറവായിരുന്നു. പക്ഷെ ഈ അടുത്തായി നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ ഇവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്കൊരു വിസ്മയമായിട്ടാ തോന്നുന്നത്. ലോകത്തൊരു പെൺകുട്ടിയും ജ്യോതിയെ പോലെ എങ്ങനെ പെരുമാറില്ല. ആരും ഇത്രയും കാരുണ്യം കാണിക്കുകയില്ല. ഒരുപക്ഷെ ജ്യോതി നൽകുന്ന സമാധാനവും സ്നേഹവും കെയറും കൊണ്ടാകണം സ്വസ്ഥമായിട്ട് ഉറങ്ങാനും സന്തോഷമായിട്ട് ഇരിക്കാനും ഒക്കെ കഴിയുന്നത്. അതിലൊരു സംശയമില്ല ഡോക്ടർ. ഒരു പ്രതീക്ഷയില്ലാതെ ഇവിടേക്ക് വന്നതാ ഞാൻ. ഡോക്ടർക്ക് അറിയാലോ, മരണമല്ലാതെ എനിക്ക് ചിന്തിക്കാൻ വേറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. എല്ലാത്തിനും കാരണം ജ്യോതിയാ. ജ്യോതിയെ പോലെ നല്ല മനസ്സുള്ള പെൺകുട്ടികൾ വളരെ കുറച്ചേ കാണൂ. എന്റെ പൊന്നു ഡോക്ടറെ, എന്നിങ്ങനെ പുകഴ്ത്താൻ വേണ്ടി ഞാൻ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇവളെ കൊണ്ട് എനിക്ക് വേറെ ശല്യമൊന്നും ഉണ്ടാവത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ ആദ്യ ഭാര്യയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കോ? അതും ആരും അറിയാതെ. ഒരു ബോംബും കയ്യിൽ വെച്ചോണ്ട് നടക്കുന്ന പോലെയല്ലേ അത്? ജ്യോതിയുടെ ഈ ഹ്യൂമർ സെൻസ്, ഏത് സീരിയസ് ആയ കാര്യത്തെയും നിസ്സാരമായി കാണാനുള്ള കഴിവ്, അതുതന്നെയാ
സുപ്രിയയുടെ മനസ്സിനെ ഇത്രയ്ക്ക് സ്വാധീനിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ ടെസ്റ്റുകളും നമുക്ക് ഒരിക്കൽ കൂടി നടത്തണം, ഇന്ന് തന്നെ. അല്ല, അത് ഇന്ന് തന്നെ വേണോ ഡോക്ടർ? വേണം. എനിക്ക് ചില പോസിറ്റീവ് സൈനുകൾ കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. തൽക്കാലം പോയി ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് വാ. അപ്പോ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ ഡോക്ടർ? മരണം വഴിമാറി പോവോ? കുട്ടി, എന്റെ സർവീസ് ലൈഫിൽ ആയിരക്കണക്കിന് പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൈകളിൽ തന്നെ കിടന്ന് മരിച്ചവരുമുണ്ട്. പക്ഷേ മരിക്കുമെന്ന് ഞാൻ കരുതിയ നിമിഷത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ഒരു അത്ഭുതം പോലെ തിരിച്ചു വന്നവരുമുണ്ട്.